നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അഞ്ചാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം ഓവലിൽ കണ്ടീഷൻസ് വളരെ ടഫായിരുന്നു. അവിടെയാണ് പോരാട്ട വീര്യം പുറത്തെടുത്തുകൊണ്ട് കരുൺ നായർ ആ അർദ്ധ സെഞ്ചുറി നേടിയത്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ആ ഒരു ഫൈറ്റ് ബാക്ക് വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത്. എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന കാഴ്ച. ഈവൻ ജോ റൂട്ട് കളി കഴിഞ്ഞിട്ട് ഇന്നലത്തെ സ്റ്റംസിന്റെ സമയത്ത് ജോ റൂട്ട് വന്ന് അഭിനന്ദിക്കുന്ന കാഴ്ച കണ്ടില്ലേ? എന്തിനും അടിക്കണം, അമ്മാതിരി ഒരു പോരാട്ട വീര്യമാണ് കരുൺ നായർ പുറത്തെടുത്തത്. അദ്ദേഹം 98 പന്തിൽ 52 റൺസുമായിട്ട് പുറത്താകാൻ നിൽക്കുന്നു. ഒപ്പം വാഷിംഗ്ടൺ സുന്ദർ 45 പന്തിൽ നേരിട്ട് 19 റൺസുമായിട്ട് പുറത്താകാൻ നിൽക്കുന്നു. ഇന്നലെ മഴ പെയ്ത് കുതിർന്ന ഒരു ദിവസമാണ്. 64 ഓവറേ എറിഞ്ഞുള്ളൂ. 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 204 റൺസാണ് അടിച്ചിരിക്കുന്നത്. സ്കോർ ബോർഡ് നോക്കുമ്പോൾ ചിലർക്കെങ്കിലും അത് വളരെ മോശം സ്കോറാണെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ആ കണ്ടീഷനിൽ അതൊരു മികച്ച സ്കോർ തന്നെയാണെന്ന് പറയാതെ വയ്യ. ഫാസ്റ്റ് ബോളർമാർ തീ തുപ്പിയ ഘട്ടത്തിലാണ് കരുൺ നായരുടെ സെഞ്ചുറി. സായ് സുദർശന്റെ 38 റൺസ്, വാഷിംഗ്ടൺ സുന്ദർ 19 റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുന്നു. ഏതായാലും എടുത്തു പറയേണ്ട ബൗളിംഗ് പ്രകടനമാണ് ഇംഗ്ലീഷ് താരങ്ങൾ നടത്തിയത്. ടങ്കൊക്കെ തീ തുപ്പുന്ന പോലെയുള്ള ബൗളിംഗാണ് നടത്തിയത്. 13 ഓവറിൽ 47 റൺസ് അദ്ദേഹം 2 വിക്കറ്റ് എടുത്തു. അറ്റ്കിൻസൺ 19 ഓവറിൽ 31 റൺസ് വിട്ടു കൊടുത്തുകൊണ്ട് 2 വിക്കറ്റ് എടുത്തു. വോക്സ് അവസാനം അദ്ദേഹത്തിന് ഷോൾഡർ ഇഞ്ചുറി ആയി പുറത്തേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. 14 ഓവറിൽ 46 റൺസിൽ 1 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. ഇന്ത്യക്ക് വേണ്ടി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് വെറും 10 റൺസേ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൂ. 4ാമത്തെ ഓവറിൽ തന്നെ യശസ്വി ജയ്സ്വാൾ മടങ്ങി 2 റൺസാണ് അദ്ദേഹത്തിന്റെ സംഭാവന. അറ്റ്കിൻസൺ LBWയിൽ കുരുക്കുകയായിരുന്നു. കെ എൽ രാഹുൽ 40 പന്തുകളിൽ നിന്ന് 14 റൺസ് എടുത്തു. വോക്സ് ബൗൾഡ് ആക്കുകയായിരുന്നു. ഗില്ലും സായ് സുദർശനും ചേർന്ന് മുന്നോട്ട് പോകവേ ഗില്ല് ഇല്ലാത്ത റണ്ണിന് ഓടി പിന്നെ സ്ലിപ്പായി തിരികെ ക്രീസിൽ കയറും മുമ്പ് അറ്റ്കിൻസൺ റണ്ണൌട്ടാക്കി. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. 35 പന്തിൽ 21 റൺസാണ് അദ്ദേഹം എടുത്തത്. സായ് സുദർശൻ 108 പന്തിൽ നേരിട്ട് 38 റൺസ് അടിച്ചു. ജോഷ് ടങ്കിന്റെ പന്തിൽ ജെയ്മി സ്മിത്ത് പിടിച്ചാണ് പുറത്തായത്. രവീന്ദ്ര ജഡേജ കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തിയെങ്കിലും അത് ഈ ഒരു കണ്ടീഷനിൽ തുടരാൻ പറ്റിയില്ല. ടങ്കിന്റെ പന്തിൽ സ്മിത്ത് പിടിച്ച് പുറത്താകുമ്പോൾ 13 പന്തുകളിൽ നിന്ന് 9 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. ജുറൽ 40 പന്തിൽ നേരിട്ട് 19 റൺസ് അടിച്ചു. ഗസ് അറ്റ്കിൻസന്റെ പന്തിൽ ഹാരി ബ്രൂക്ക് പിടിച്ചാണ് പുറത്തായത്. വാഷിംഗ്ടൺ സുന്ദർ 19 റൺസുമായിട്ട് ക്രീസിൽ നിൽക്കുന്നു. കരുൺ നായർ തന്നെയാണ് ഇന്നലെ ഫൈറ്റ് ബാക്ക് മുന്നോട്ട് വെച്ചത്. കാരണം 83 റൺസിന് 3 വിക്കറ്റ് വീണ സമയത്താണ് അദ്ദേഹം ക്രീസിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ 204ലേക്ക് ടീമിനെ കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും 204 റൺസിന് 6 വിക്കറ്റ്. ഇന്ന് കണ്ടീഷൻസ് കുറച്ചുകൂടി ബെറ്റർ ആവും, ബാറ്റിങ്ങിന് അനുകൂലമാകുമെന്ന് കരുതാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവസാന റെക്കഗ്നൈസ്ഡ് ബാറ്റിംഗ് പെയറാണ് ക്രീസിലുള്ളത്. കഴിയാവുന്നത്ര ഈ കൂട്ടുകെട്ട് മുന്നോട്ട് പോയി പറ്റൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.